ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്? അറിഞ്ഞു കഴിക്കാം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നതൊക്കെ എന്താണ്. നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളെ ടേസ്റ്റ് മാത്രം നോക്കിയല്ല ഫുഡ് കഴിക്കേണ്ടത് അല്ലെ. നമ്മളെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ലെ, നമ്മളെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, നമ്മുടെ ഡയറ്റിൽ അല്ലേ നമ്മൾ കഴിക്കുന്നതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നാ പറയുന്നത്. അത് ധാന്യങ്ങളാണെങ്കിലും പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും മത്സ്യങ്ങളാണെങ്കിലും മാംസമാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ. പാലാണെങ്കിൽ പാല് മാത്രം കഴിച്ചുകൊണ്ട് കാര്യമുണ്ടോ, മുട്ട മാത്രം കഴിച്ചുകൊണ്ട് കാര്യമുണ്ടോ, പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക അല്ലെ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ നല്ലൊരു ആഹാരശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലെ. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതിനകത്തുള്ള കുറച്ച് പഠന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. 2 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. നിങ്ങൾ റെഡി അല്ലേ? നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ചിത്രങ്ങൾ തരും. നിങ്ങൾക്ക് പിക്ചർ തന്നിട്ട് നിങ്ങളോട് എന്ത് എഴുതാൻ പറയാണ്, അതിന്റെ രുചി എന്താണെന്നുള്ളത് എഴുതാൻ പറയാണ്. ചില സമയത്ത് ഇത് നിറം നൽകാനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്ത് മാത്രമാണ്, രുചി എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ ഇതാ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നില്ലേ, ഇത് എന്തിന്റെ ചിത്രമാണിത്? നമ്മുടെ ലഡു ആണ് അല്ലെ. ലഡു ആണ്. ലഡു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ രുചി എന്താണ്, രുചി നല്ല മധുരമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം, ഇതിന് നല്ല എന്താണുള്ളത്, മധുരമാണുള്ളത് അല്ലെ. നല്ല മധുരമാണുള്ളത് എന്ന് നമുക്ക് ആ ഒരു കോളത്തിൽ എഴുതാൻ പറ്റും. റെഡി അല്ലേ? ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് എന്താണ്? ഇത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ, ഇത് ഇഷ്ടമാണോ? പക്ഷെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ഇത് എന്താണ് സാധനം? നമ്മുടെ കയ്പയാണ് അല്ലെ. ഇതിന്റെ പേര് തന്നെ കയ്പാന്നാണ്. നമ്മൾ പാവയ്ക്ക എന്നൊക്കെ പറയാറുണ്ട്. യെസ്, കയ്പയാണ് അല്ലെ. അപ്പൊ കയ്പയ്ക്ക് നല്ല കയ്പാണുള്ളത്. നമുക്കിത് ഇവിടെ ഈ കോളത്തിൽ എഴുതാം അല്ലെ. കയ്പാണുള്ളത്, നല്ല കയ്പാണ് നമ്മുടെ കയ്പയ്ക്കുള്ളത്. അപ്പൊ കയ്പൊക്കെ ആണെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ ചോറിന്റെ കൂടെ ഉപ്പേരി ആയിട്ടൊക്കെ കൂട്ടുക കേട്ടോ. വളരെ നല്ലതാണ്, അടിപൊളിയാണ് കേട്ടോ. കുറച്ച് കഴിക്കുന്നേ ഉള്ളൂ, നമ്മൾ ആരോഗ്യത്തിന് ബെസ്റ്റ് ആണ്. റെഡി അല്ലേ? അപ്പൊ ഇത് അടുത്ത ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാൻ. ആരാണ്? മുളകാണ് അല്ലെ. മുളകാണ്. ഇവിടെ ചുവന്ന മുളകാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ പച്ചമുളകും ആവാം അല്ലെ. ചിത്രമൊക്കെ തരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളോട് നിറമൊക്കെ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുവപ്പും കൊടുക്കാം, നിങ്ങൾക്ക് പച്ചയും കൊടുക്കാം കേട്ടോ. ഇവിടെ മിസ് എടുത്തിട്ടുള്ളത് ചുവന്ന മുളകാണേ. അപ്പൊ ഇതിനെന്താണ്, ഇതിന്റെ രുചി എന്താണ്? നമുക്ക് അറിയാം അല്ലെ. ഭയങ്കര എരിവാണ് അല്ലെ. ഭയങ്കര എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ്. നിങ്ങളൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ചില ഗെയിമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. വലിയ ആളുകളുടെ ഗെയിമിലൊക്കെ ചില സമയത്ത് പണിഷ്മെന്റ് ഒക്കെ ആയിട്ട് എന്ത് കൊടുക്കുന്നത്, മുളക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത്. അത് കറിയിലിട്ടാൽ തന്നെ നമുക്ക് എന്താണ്, ഭയങ്കര എരിവാണ് അല്ലെ. അപ്പൊ എരിവാണ് ഇതിന്റെ രുചി എന്ന് പറയുന്നത്. അപ്പൊ 3 സാധനങ്ങളായിരുന്നു നമ്മളെ ടെക്സ്റ്റിനകത്തുള്ള ചിത്രങ്ങളായിരുന്നു ഇത്. ലഡു എന്ന് പറയുന്ന സമയത്ത് അത് മധുരമാണ്. കയ്പ എന്ന് പറയുന്ന സമയത്ത് അത് കയ്പാണ്. പച്ചമുളക് അല്ലെങ്കിൽ ചുവന്ന മുളകാവാം, ഏത് മുളകാണെങ്കിലും ശരി, നമ്മൾ എന്ത് എഴുതും അവിടെ, എരിവ് എന്ന് എഴുതും. റെഡി അല്ലേ? ഇനി ഒരു ആക്ടിവിറ്റി കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലുള്ള മറ്റൊരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ ഇതാ ഇവിടെ കുറേ പലഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ പലഹാരങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം എന്താണ്, എണ്ണ പലഹാരങ്ങളാണ് അല്ലെ. അധികമായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ കഴിക്കുന്നതൊന്നും എന്തല്ല, നല്ലതല്ല അല്ലെ. ഈ എണ്ണയൊക്കെ എന്താണ്, നമ്മളെ വയറ്റിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ, ഈ കാണുന്ന ചിത്രങ്ങളിലുള്ളതൊക്കെ എന്താണ്, എണ്ണ പലഹാരങ്ങളാണ്. നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടുന്നതായിരിക്കും അല്ലെ. പലരും കൂട്ടുന്നുണ്ടാവും, വല്ലപ്പോഴും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടാവും. പക്ഷെ സ്ഥിരമായിട്ട് എണ്ണ പലഹാരങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ കഴിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ ഇത് അവിടുത്തെ ചോദ്യങ്ങൾ ഇതൊന്നും അല്ല. എന്താണ് ചോദ്യം? എണ്ണയിൽ ചുട്ടെടുത്തവ ഏതൊക്കെ, വരച്ച് യോജിപ്പിക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇതാ ഈ തന്നിട്ടുള്ളതില് ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ ഒരു പാനൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ അകത്തേക്കാണ് നമ്മൾ എന്ത് ഒഴിക്കാറുള്ളത്, എണ്ണ ഒഴിക്കുന്നത് അല്ലെ. ആ എണ്ണയിലേക്ക് മുക്കിയിട്ടല്ലേ ഇതൊക്കെ പൊരിച്ചെടുക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഈ ചുറ്റിലും ഉള്ളതിൽ കുറേ ഫുഡ് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അതിൽ ഏതാണെന്നുള്ളത് വരച്ച് യോജിപ്പിക്കാൻ പറയാണ്. നമുക്ക് നോക്കിയാലോ, ഏതൊക്കെയാണ്? ഇവിടെ ഇതാ കൊഴുക്കട്ട പറയുന്നുണ്ട്. കൊഴുക്കട്ട നമ്മൾ എന്ത് ചെയ്യാറില്ല, എണ്ണയിലല്ല അല്ലെ, നമ്മൾ ആവിയിലൊക്കെയാണ് വേവിക്കാറുള്ളത്. തൊട്ടടുത്തതാ മിസ് ഇവിടെ കാണിക്കാം, പപ്പടം പറഞ്ഞിട്ടുണ്ട് അല്ലെ. പപ്പടം നമുക്കറിയാം, നമ്മൾ എണ്ണയിലാണ് എന്ത് ചെയ്യുന്നത്, പപ്പടം വേവിക്കുന്നത് അല്ലെ. ഇടിയപ്പം പറയുന്നുണ്ട്, നമ്മൾ എണ്ണയിലല്ല അല്ലെ. ഇടിയപ്പം ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, എണ്ണയിൽ ഇടാറില്ല. ഉഴുന്നുവട അല്ലെ. ഉഴുന്നുവട നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എണ്ണ പലഹാരമാണ് അല്ലെ. ഇവിടെ മിക്സ് കൊടുത്തിട്ടില്ല, ചിത്രത്തിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഉഴുന്നുവടയും എന്ത് തന്നെയാണ്, എണ്ണ പലഹാരം തന്നെയാണ് കേട്ടോ. പുട്ട് പറയുന്നുണ്ട്, തരിയുണ്ട പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് എണ്ണ പലഹാരത്തിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണമെന്നില്ല, പെടുത്തണം എന്നില്ല. ബിസ്ക്കറ്റ് ഉണ്ട്. ബിസ്ക്കറ്റ് ഒക്കെ നമുക്കറിയാം, നമ്മൾ പാക്കറ്റ്
മാർക്കറ്റിൽ വാങ്ങിക്കാറാണ്. നെയ്യപ്പം കണ്ടോ നിങ്ങൾ? നെയ്യപ്പം എന്താണ്? നമ്മുടെ ഒരു എണ്ണ പലഹാരമാണ് അല്ലെ. നെയ്യപ്പാണെങ്കിലും ശരി, ഉണ്ണിയപ്പാണെങ്കിലും ശരി, എന്താണ്? എണ്ണ പലഹാരമാണ്. പായസം നമ്മൾ എണ്ണയിൽ ഇടാറില്ല. ബജ്ജി പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മളെ മുളക് ബജ്ജിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് എന്ത് തന്നെയാണ്? എണ്ണയിലാണ് അല്ലെ. ഇതാ അവിടെ ഒരു പിക്ചർ മിസ് കാണിച്ചു തരാം. അത് കണ്ടോ നിങ്ങൾ? ഇതാണ് മുളക് ബജ്ജി. ഇത് എന്താണ്? എണ്ണയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ വരച്ച് യോജിപ്പിക്കാലോ. ബജ്ജി നമ്മൾ ഇങ്ങോട്ട് വരച്ചു, പപ്പടം നമ്മൾ വരച്ചു, ഉഴുന്നുവട നമ്മൾ വരച്ചു, നെയ്യപ്പം നമ്മൾ വരച്ചു. ഇവിടെ ഇനി ഉണ്ണിയപ്പം ഉണ്ടെങ്കിലും പഴംപൊരി ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തേക്ക് വരച്ച് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. റെഡി അല്ലേ മക്കളെ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. എണ്ണയിലുള്ളത് ഏതൊക്കെ നോക്കുക, എന്നിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ഇതിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ലതും ആയിരിക്കും അല്ലെ. ആവിയിൽ വേവിക്കുന്നതാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? യോജിപ്പിച്ചാൽ മതി. റെഡി അല്ലേ? അപ്പൊ 2 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രണ്ടും നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള അല്ലെ, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റികളാണ്. അപ്പൊ ഇനിയും ഒരുപാട് ആക്ടിവിറ്റികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.